Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ആരെങ്കിലും ഒരു പ്രയർ ചെയ്യൂ കേട്ടോ. പ്രയർ ആരാ പ്രയർ ചെയ്യുന്നേ? സുജാത ഒരു പ്രയർ ചെയ്യാവോ? Okay, ma'am. Parayate, ma'am. Nature will make the way for us to bloom like the flower, to shine like the star, to burn like the sun, to dream like the sky, to explore like the ocean. Nature teaches us to dream big and explore heights. May Mother Nature bless everyone. Thank you. ഇനി ആരെങ്കിലും സെമിനാർ പ്രസന്റ് ചെയ്യാനുണ്ടോ? സെമിനാർ മാം എന്നോട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സെമിനാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മാർക്ക് ഉണ്ടിട്ട സെമിനാർ മജീഷ് ടീച്ചർ പറഞ്ഞില്ലേ നിങ്ങളോട്? സെമിനാർ പ്രസന്റ് ചെയ്യുന്നതിന് മാർക്ക് ഉണ്ട്, മാർക്ക് തരും. റെഡിയാണോ സുജാത? നമുക്ക് അതും കൂടി ഒന്ന് ഫിനിഷ് ആക്കുവാണെങ്കിൽ ആ ഒരു ഭാഗം തീരും. ഓക്കെ മാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? ഇന്ന് ചെയ്യുമല്ലേ? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ചെയ്യാം മാം. കാണാലോ അല്ലേ മാം?
ഗുഡ് ഈവനിങ് ഓൾ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതാണ് ഇന്നത്തെ ടോപ്പിക്. ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് രണ്ടും കുഴപ്പമില്ലല്ലോ. എന്റെ വീഡിയോ ബാക്കിൽ ആ ഗ്ലാസ്സിലായിരുന്നു പ്രശ്നമില്ല. കുഴപ്പമില്ല. ആ ഇതായിട്ട് കാണുന്നേ ഞാൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? വീഡിയോയിൽ വരാറുണ്ടോ? മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ വീഡിയോ ഇതുവരെ ഓൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. ജിഷ മാമിന്റെ ക്ലാസ്സിൽ അത്യാവശ്യം വീഡിയോ ഓൺ ചെയ്യാറുണ്ട്. കണ്ടതിൽ സന്തോഷം. നാളെ കാണാമല്ലോ. നാളെ നേരിട്ട് നാളെ നേരിട്ട് കാണാം. ഓക്കെ മാം. ഈ ഗ്രോത്തും ഡെവലപ്മെന്റും, ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച, ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ വികസനം, രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. എപ്പോഴും രണ്ടും ഒന്നിനെ വളർച്ചയ്ക്ക് സഹായിക്കേണ്ടതാണ്. അത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച, ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ വികസനം. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ഡെവലപ്മെന്റ് ആണ്, അത് വികസനമാണ്. ആ വികസനത്തിലൂടെ നമ്മുടെ നാടിന്റെ വളർച്ചയാണ് ഉണ്ടാവുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇപ്പൊ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ടി. അത് നമ്മളുടെ പുതിയ ന്യൂ ജനറേഷനെ നമ്മൾ പഠിപ്പിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ നാളത്തെ സൊസൈറ്റിയിലെ ഏറ്റവും ക്രിയേറ്റേഴ്സ് ആയിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണ്. നാളെ ഈ സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കേണ്ടത് അവരാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ പുതിയ ക്രിയേറ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ നല്ല മാതൃകാപരമായ ഒരു സൊസൈറ്റിനെയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ആളെയും വിദ്യാഭ്യാസം ഉള്ള ഒരാളെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും അവര് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അറിവിലൂടെ വികസനം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ല രീതിയിലാണ് നമ്മുടെ നാടിന് സഹായിക്കുന്നത്. അപ്പോ പിന്നെ ഈ കോത്താരി കമ്മീഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ പറയുന്നുണ്ട്, ഇന്ത്യയുടെ വിധി അല്ലെങ്കിൽ ഭാവി നിർണ്ണയിക്കുന്നത് അത് ക്ലാസ് റൂമിലാണ് അത് രൂപവൽക്കരണം രൂപീകരിക്കണേ എന്നുള്ളത്. അപ്പോ ഫേറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിധി അല്ലെങ്കിൽ ഭാവി തീരുമാനിക്കുന്നത് ക്ലാസ് റൂമുകളിലാണ്. അത് നമ്മുടെ നാടിന്റെ സോഷ്യലിയും നാഷണലിയും പേഴ്സണലിയും എല്ലാം വികസനത്തിന് സഹായിക്കുകയാണ്. അതായത് നമ്മുടെ സൊസൈറ്റി ഇപ്പൊ ഒരു കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ആ സൊസൈറ്റി, അതിലൂടെ ആ നാടും അതിലൂടെ നമ്മളെല്ലാവരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സ്കൂളില് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് പ്രിൻസിപ്പളും ടീച്ചർമാരും ഒരുപോലെ എഫേർട്ട് എടുക്കണം. ഒരു നല്ല എൻവയൺമെന്റ് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം അവരുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയിട്ട്. ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ കുട്ടികളില് നല്ല സ്വഭാവ രൂപവൽക്കരണം, നല്ല നാളത്തെ പൗരന്മാരായിട്ട് വളർത്താനായിട്ട് നല്ല വിദ്യാഭ്യാസം, അതിനോടൊപ്പം തന്നെ മോറൽ വാല്യൂസും സ്കൂളുകളിൽ കൊടുക്കും. അപ്പൊ അതിലൂടെ ഡെവലപ്മെന്റും ഗ്രോത്തും നടക്കുന്നത് കുട്ടികൾക്കും ആ സ്കൂളിലെ ടീച്ചർമാർക്കും അതുപോലെ തന്നെ ആ സ്കൂളിനും എല്ലാം വികസനം നടക്കുകയാണ് ഇതിലൂടെ. ഇനി ഈ വളർച്ചയും വികസനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ചുറ്റുപാടുള്ളവരും എൻവയൺമെന്റും എല്ലാം കൊണ്ടുമാണ് ആ കുട്ടിയിലെ സ്വഭാവം രൂപവൽക്കരിക്കേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഇപ്പൊ കൂടുതൽ ഡെവലപ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതും. അതിലൂടെ സ്കൂൾ മാനേജ്മെന്റ് കൃത്രിമമായിട്ടാണെങ്കിലും കുട്ടികളിൽ ആ സ്വഭാവം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന കുറെ രീതികൾ ഉണ്ടാവും, അതിൽ നിന്ന് ഉപരിയായിട്ടുള്ള കുറെ ശീലങ്ങൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് ഇപ്പൊ ഈ സ്കൂളിൽ തന്നെ അവിടുത്തെ ഏറ്റവും ലീഡർഷിപ്പ് റോൾ എന്ന് പറയുന്നത് അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അവിടെ പ്രിൻസിപ്പളിനും മാനേജ്മെന്റിനുമാണ്. അവര് ചില നിയമങ്ങൾ, ആ സ്കൂളിൻ്റെതായ കുറെ പ്രിൻസിപ്പൾസ് ഉണ്ടാവും. അതിലൂടെ ഈ കുട്ടികളുടെയും ഫെസിലിറ്റേറ്റേഴ്സിന്റെയും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഡെവലപ്മെന്റ് അവർ ഉറപ്പുവരുത്തുകയാണ്. ഇതാണ് ഈ കൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രോത്തും ഡെവലപ്മെന്റും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് അവിടുത്തെ കുട്ടികളും അവിടുത്തെ ഫെസിലിറ്റേറ്റേഴ്സും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും വളർച്ചയിലൂടെയാണ് അവിടുത്തെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്.
ഈ ടീച്ചിങ്ങില് ഈ അറിവ് നേടാനുള്ള ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വളരെ കുറച്ചാണ് ഉള്ളൂ. പക്ഷെ സ്കൂൾ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അത് എന്താ പറയാ വാസ്റ്റ് ഏരിയ. നമ്മളിപ്പോ കുട്ടികൾ തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് ആണ് അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ. പക്ഷെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ആ കുട്ടികൾക്ക് ആ സ്കൂൾ മാനേജ്മെന്റ് വലിയ രീതിയിലാണ് ആ കുട്ടികളുടെ വികസനത്തിന് സഹായിക്കുന്നത്. അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ആരോഗ്യസ്ഥിതി എല്ലാം അത് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഗ്രോത്തിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം, മനസ്സിലാക്കാം. ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് എന്താ പറയണ്ടേ, ഈ വളർച്ച എന്ന് പറയുന്നത് സൈസിലൂടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈസ്, അതായത് ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി തുടങ്ങി അത് വളർച്ച വെക്കുന്നത്, അതുപോലെ തന്നെ ആ സ്കൂളിന്റെ അന്തരീക്ഷം അതും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊല്ലം ചെല്ലും തോറും അവർക്ക് അവരുടേതായ എന്തൊക്കെ കുറവുകളാണ് ഈ കൊല്ലം ഉണ്ടായത്, അതൊരു അവലോകനം നടത്തുമ്പോൾ ഇനി എന്തൊക്കെ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും അവിടുത്തെ അന്തരീക്ഷപരമായിട്ടും ഒക്കെ ആ സ്കൂളിന്റെ വളർച്ച നോക്കിക്കാണുക. അതാണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, പുതിയ അഡ്മിഷൻസ്. ഇപ്പൊ ഈ കൊല്ലം ഒരു 10 കുട്ടികളെ സ്കൂളിൽ ചേർന്ന് വെച്ചാൽ അവര് പറഞ്ഞും അറിഞ്ഞും ആ സ്കൂളിന്റെ വളർച്ചയും കണ്ട് മനസ്സിലാക്കിയും അടുത്ത കൊല്ലം ചിലപ്പോൾ അതിന്റെ ഇരട്ടി ആൾക്കാർ വരാം, ഒരു 20 ആള് വരാം, പിന്നെ 30 ആള്, അങ്ങനെ വളർച്ച ഓരോ കൊല്ലം ചെല്ലുന്തോറും പുതിയ അഡ്മിഷനിലൂടെ അങ്ങനെയാണ് നമുക്ക് വളർച്ചയുടെ ഒരെണ്ണം ഒരു മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല സ്റ്റാഫുകൾ, ഇപ്പോൾ ഫെസിലിറ്റേറ്റേഴ്സ് ആണെങ്കിലും അവിടുത്തെ മറ്റുള്ള സ്റ്റാഫുകളാണെങ്കിലും നല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വരിക. അപ്പൊ അതൊക്കെ ആ സ്കൂളിന്റെ വളർച്ചയിൽ സഹായിക്കും. പിന്നെ പുതിയ പുതിയ എക്യുപ്മെന്റ്സ്, ഇപ്പൊ ക്ലാസ് റൂമുകളാണെങ്കിലും നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പൊ തന്നെ നമ്മൾ സ്മാർട്ട് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളർച്ചയുടെ ഭാഗമാണ്. പിന്നെ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂള് ചിലപ്പോൾ ചെറിയൊരു രീതിയിലായിരിക്കും ആ സ്കൂൾ തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ ഭാവിയിൽ ആ ക്ലാസ് റൂമുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറ്റി. അപ്പൊ അങ്ങനെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. പുതിയ അഡ്മിഷൻ, അതുപോലെ പുതിയ സ്റ്റാഫുകൾ വരിക, അതുപോലെ സ്കൂളിന്റെ വളർച്ച, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ്സ് എല്ലാം, എല്ലാത്തിന്റെയും ഗ്രോത്ത് ഒന്നിച്ചാണ് നമ്മൾ ഗ്രോത്ത് ഓഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് നോക്കി കാണാൻ പറ്റും. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കൊല്ലം ആവില്ല, അടുത്ത കൊല്ലം ആ സ്കൂള് നോക്കി കാണുമ്പോൾ കുറച്ചും കൂടിയും ആ സ്കൂള് വളർന്നിട്ടുണ്ടാവും. അപ്പൊ കൊല്ലം ചെല്ലും തോറും നമ്മുടെ കൺമുന്നിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സ്കൂളിന്റെ നല്ല നടത്തിപ്പിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വളർച്ച എന്ന് പറയുന്നത്. അത് അല്ലാതെ അവിടുത്തെ കിട്ടുന്ന റിസൾട്ട് മാത്രമല്ല. അപ്പോൾ സ്കൂളിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതൊരു വലിയ ഘടകം തന്നെയാണ്. പക്ഷെ അതിനേക്കാളേറെ സ്കൂളിന്റെ വളർച്ച എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള വളർച്ചയും കൂടി, ഇപ്പൊ ഒരു 10 കുട്ടികളുള്ളത് നാളെ 20, 30 അങ്ങനെ കുട്ടികൾ വർദ്ധിക്കുന്നു, അവിടെ നല്ല ഫെസിലിറ്റേറ്റേഴ്സ് വരുന്നതും, അതൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രോത്തിന്റെ ഏറ്റവും നമ്മൾ നോക്കി കാണേണ്ട കാര്യം. അല്ലാതെ ആ സ്കൂളില് കുട്ടികളുടെ റിസൾട്ട് മാത്രം നോക്കിയാൽ പോരാ, ഈ കാര്യങ്ങളും കൂടി ഗ്രോത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ സ്കൂളിന്റെ ക്ലൈമറ്റ്, അതിന്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഈ വളർച്ചയിലൂടെ നമുക്ക് പ്രകടമായ മാറ്റം തന്നെ കാണാൻ പറ്റും. അവിടുത്തെ ക്ലൈമറ്റ്, അന്തരീക്ഷം, നല്ല രീതിക്കുള്ള ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ വളർച്ചയുടെ ഭാഗമാണ്. അവിടുത്തെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ ബലം അവിടുത്തെ ആ സംഘടന, അവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഒരുമിച്ചിട്ടുള്ള പ്രവർത്തനമാണ് അവിടുത്തെ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവിടുത്തെ കുട്ടികളും സ്റ്റാഫും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ ഹെഡും പിന്നെ മാനേജ്മെന്റും എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ആ സ്കൂളിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അടുത്തത്, ഈ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പ്ലാനിങ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നതിന് അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനൊരു നമ്മൾ ചില ഡിസിഷൻസ് എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യും. നമ്മൾ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച്, എല്ലാവരും ആ ഓർഗനൈസേഷൻ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം.
ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട്. ഫിലിപ്സ് കോട്ട്ലർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് ആണ്. അദ്ദേഹം പറയുന്നത് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ പ്രസന്റ്. ഇപ്പോ നമ്മള് ഭാവിയിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അവിടുത്തെ റിസോഴ്സസ്, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഗോള് അച്ചീവ് ചെയ്യാം എന്നുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം. എങ്ങനെ ഭാവിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം. അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിസോഴ്സസ്, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം വിലയിരുത്തിയിട്ട് ഭാവിയിൽ ഒരു ഗോൾ, ഒരു എയിം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ സ്കൂളിന്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നല്ല രീതിക്ക് പഠിപ്പിച്ച് നാളത്തെ നല്ലൊരു സൊസൈറ്റി ആക്കി എടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഗോള്. അപ്പൊ അതിനിപ്പോ നമ്മൾ ഏത് രീതിക്ക് ഡിസിഷൻ എടുത്ത് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള തീരുമാനിക്കലാണ് ഫിലിപ്സ് കോട്ട്ലറിന്റെ ഒരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മള് ഭാവിയിലേക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ നല്ല ഡിസിഷൻസ് എടുത്ത് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് പറ്റാവുന്ന രീതിയായിരിക്കണം. അതായത് നമ്മൾ കുറെ പ്ലാൻ ചെയ്ത് ഡിസിഷൻ എടുത്തിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അത് ഒരിക്കലും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പ്ലാനിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മള് കുറെ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും പല രീതികൾ ഉണ്ടാവും എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് അതിന്ന് നല്ലൊരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പ്ലാനിങ് കുറെ വഴികളിൽ ഒന്ന് തെരഞ്ഞെടുക്കുക. കുറെ പ്ലാനിന്ന് ഡിസിഷനിന്ന് ഒന്ന് തെരഞ്ഞെടുത്തിട്ട് അതിലേക്ക് ബെസ്റ്റ് വഴി ഏതാണ്, എത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വഴി തെരഞ്ഞെടുത്തിട്ട് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്കത് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഓർഗനൈസേഷനിൽ അത് ഒന്നിച്ച് എങ്ങനെ പ്രാവർത്തികമാക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ട തോന്നുന്നു. കൺഫ്യൂഷൻ അപ്പൊ പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് നമ്മള് കുറെ വഴികൾ നമ്മൾ തിരഞ്ഞെടുത്ത് അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഡിസിഷൻ എടുത്തിട്ട് അതിലേക്കുള്ള ഏറ്റവും നല്ല രീതിക്ക് എത്തിപ്പെടാനുള്ള വഴി നോക്കുക. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള രീതികൾ നമ്മൾ ആലോചിക്കുക. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ അത് ആ ഓർഗനൈസേഷന്റെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതെങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ച് എക്സിക്യൂട്ട് ചെയ്യണു എന്നുള്ളതാണ് ആ പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് അതിൽ നോക്കേണ്ടത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഇതാണ്. അത് ഗ്രോത്തും പ്ലാനിങ്ങും എന്താ പറയുക, നല്ല രീതിക്കുള്ള പ്ലാനിങ് ചെയ്താലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രോത്ത് ഏറ്റവും നല്ല രീതിക്ക് ഉണ്ടാവുക. ഇനി അടുത്തത് നമ്മൾ ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോം ടുഗെദർ ടു അച്ചീവ് ഗോൾസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്നിച്ചു കൂടി അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നോക്കുക. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകിച്ചും അവിടുത്തെ ഓരോ ആൾക്കാരും, കുട്ടികളും അവിടുത്തെ ഫെസിലിറ്റേറ്റേഴ്സും ആ അഡ്മിനിസ്ട്രേഷനും അവിടെ ഹെഡും മാനേജ്മെന്റും അവിടുത്തെ ഓരോ വ്യക്തികൾക്കും അതിൽ, ഇപ്പോൾ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയാലാണ് നമുക്ക് അവിടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുകയാണെങ്കിൽ അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് കരുതി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കല്ല, നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അപ്പൊ നമ്മുടെ അഭിപ്രായം കൂടി അവിടെ പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ നല്ല രീതിക്കുള്ള ഒരു തീരുമാനം, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ അതിന് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ചേർന്ന് നിൽക്കണം. അതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇത് എഡ്യൂക്കേഷൻ മേഖലയിലെ ഏറ്റവും പ്രധാനമാണ് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പല അഭിപ്രായങ്ങളായ അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളർച്ച അവിടെ നടക്കില്ല. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ചർച്ചകൾ ഉണ്ടാവാം, വാഗ്വാദങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതിന്റെ എല്ലാം അവസാനം അവിടുത്തെ ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുത്തെ മെഷീനറീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൂൾസ് റിസോഴ്സസ്. ഇപ്പൊ ടൂൾസ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ, അവിടെ ഏത് സിലബസ് ടെക്സ്റ്റ് ബുക്കുകളാണ് കയ്യിലുള്ളത്, അവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ ഏതാണ്, അവിടുത്തെ ബോർഡ്സ്, അതുപോലെ ലാബ് സപ്ലൈസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ടൂൾസും റിസോഴ്സസിലൊക്കെ ഉൾപ്പെടും. അപ്പൊ അവിടെ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബെസ്റ്റ് കൊടുക്കാം എന്നുള്ളത് എല്ലാവരും കൂടി ചിന്തിച്ച ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെ എങ്ങനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഗോൾ അച്ചീവ് ചെയ്യാം. അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യലാണ്. അതിന് നമ്മൾ എല്ലാവരും കൂടി അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട്, അവിടുത്തെ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ പൊളിറ്റിക്കലിയും പ്രൊഫഷണലി അഡ്മിനിസ്ട്രേറ്റീവിലും നമ്മൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ പൊളിറ്റിക്കലി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുക, അതുപോലെ ക്യാമ്പയിനിങ് ചെയ്യുക, അതൊക്കെ അത് പൊളിറ്റിക്കലി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ പ്രൊഫഷണലി എന്ന് വെച്ചാൽ അവിടുത്തെ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണ്, ക്ലാസ് റൂം മെറ്റീരിയൽസ് എന്തൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്ലി അവിടെ നല്ലൊരു ഇഫക്റ്റീവ് ലീഡർഷിപ്പ് വേണം. അതുപോലെ തന്നെ അവിടെ പ്രോബ്ലംസ് വരുമ്പോൾ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അഡ്മിനിസ്ട്രേഷൻ ടീമിന് വേണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഓർഗനൈസേഷനിൽ നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഈ എഡ്യൂക്കേഷനിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ പല എഡ്യൂക്കേഷൻ സിസ്റ്റമും പഴയ ആ ട്രഡീഷനിലേ നമ്മൾ ഫോളോ ചെയ്ത് വരികയാണ്. പണ്ടൊരു ട്രഡീഷൻ ഉണ്ട്, അതിൽ തന്നെ ഫോളോ ചെയ്ത് വരികയാണ്. അതിന്ന് മാറ്റങ്ങൾ വരുത്താൻ നോക്കണം. ആ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ ഷെല്ല് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വരുമ്പോഴാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും. അപ്പോൾ പല മുൻവിധികളും ധാരണകളും ഉണ്ടാവും പണ്ട് നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. അത് മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ ശാസ്ത്രീയപരമായിട്ടും, അതായത് സയന്റിഫിക്കലിയും നമ്മൾ യുക്തിപരമായിട്ടും തിയററ്റിക്കലിയും ഒക്കെ നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ, ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി നല്ല രീതിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ, ഇപ്പൊ പണ്ടത്തെ രീതികൾ ഫോളോ ചെയ്ത് പോകുന്ന എല്ലാം ഒന്നും നമുക്ക് നടക്കില്ല. ഇപ്പൊ പുതിയ പുതിയ ടെക്നിക്കുകളൊക്കെ വരുന്നുണ്ട്, ടെക്നോളജി അതുപോലെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എല്ലാം കൂടി ഏകോപിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഓർഗനൈസേഷനെ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കാം എന്നുള്ളതാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാവരും കൂടി ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കണം. ഇനി സ്കൂളിലെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ട്രക്ചറിലാണ് ആ സ്കൂളിന്റെ സിസ്റ്റം ഒക്കെ പോകുന്നുണ്ടാവുക. അവിടുത്തെ മാനേജ്മെന്റും അവിടുത്തെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം, അവർക്കൊരു പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, അതിലൂടെയാണ് പോകുന്നത്. അതിൽ ഏറ്റവും ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിന്റെ ഒരു ഇതുണ്ടാവും, അവരുടെ പ്ലാനിങ്ങും അവരുടെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കരിക്കുലം, ഒരു സ്കൂളിന് ഒരു കരിക്കുലം ഉണ്ടാവും. പിന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ റോൾസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, സ്റ്റുഡന്റിന്റെ റോള് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ സ്റ്റുഡൻസിന് എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ഒരു ടീം ഉണ്ടാവും. ഈ എല്ലാം ഓപ്പറേഷൻസും, എല്ലാ ഓവറോൾ ഓപ്പറേഷൻസും ഒരേ രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് എത്രയും നല്ല രീതിക്ക് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിലൂടെ നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോള് നല്ല രീതിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിലൂടെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും. ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ സുജാത പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു, എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തിരുന്നോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം, കാരണം ഞാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സുജാതയോട് ചോദിക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഇല്ല, എല്ലാവർക്കും മനസ്സിലായെന്നാണ് മൗനം സമ്മതം എന്ന രീതിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് മേജർ സ്കൂൾ റെക്കോർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആദ്യം വരുന്നതാണ് സ്കൂൾ കലണ്ടർ. നിങ്ങളിത് വായിച്ചു മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് പോകും. ഞാൻ വായിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് പറയാം, അത് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ അത്രയും ഈസി ആണ്, വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന പാരാഗ്രാഫ്സ് ആണ് കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്കൊന്ന് കുറച്ച് സ്പീഡായിട്ട് പോകാം. എല്ലാവരും ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്റെ ചാപ്റ്റർ ഇവിടെ തീരില്ല. എനിക്ക് കുറെ 3 ദിവസം എന്തോ എനിക്ക് ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കില് ക്ലാസ് ഉണ്ടായില്ല, അതിന് മുമ്പ് ഒരു ദിവസം ക്ലാസ് ഉണ്ടായില്ല. എന്റെ ക്ലാസ്സുകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്റെ പോർഷനും തീരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാം, ഒന്ന് സ്കൂൾ കലണ്ടർ നോക്കാം എന്താണ് പറയുന്നത് കേട്ടോ. അപ്പോ എല്ലാ സ്കൂളുകളിലും ഒരു സ്കൂൾ കലണ്ടർ ഉണ്ടായിരിക്കും നിർബന്ധമായിട്ട്. ആ സ്കൂൾ കലണ്ടറിൽ ചില കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് അവിടെ വരാനിരിക്കുന്ന വിവിധ പ്രോഗ്രാമുകളുടെ പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ആ സ്കൂള് കണ്ടക്ട് ചെയ്യുന്ന ധാരാളം എന്താ പറയാ എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയ ധാരാളം കാര്യങ്ങളുടെ പ്രധാന ഡേറ്റ്സ് എന്താണ് മെൻഷൻ ചെയ്യുന്നതാണ് എന്ത് സ്കൂൾ കലണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സ്കൂൾ കലണ്ടറിൽ കുറെ അധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. അതിനകത്ത് എ എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതായത് ജനറൽ ആയിട്ടും ലോക്കലുമായിട്ടും അതുപോലെ ഗസറ്റഡ് ആയിട്ടുള്ള ഹോളിഡേയ്സ്, അതായത് നമുക്ക് പ്രധാനപ്പെട്ട അവധി ദിനങ്ങൾ ഉണ്ടാവുമല്ലോ സ്കൂളിനെ സംബന്ധിച്ച്, പല പ്രധാനപ്പെട്ട ഹോളിഡേയ്സ് ഉണ്ടാകും. അതിപ്പോ പൊതു അവധി ദിനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രാദേശിക അവധികളായിക്കോട്ടെ, അതൊക്കെ എന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, സ്കൂൾ കലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് മന്ത്ലി ക്വാർട്ടർലി ഹോളിഡേയ്സ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് റിട്ടേൺസ്. അതുപോലെ തന്നെ എല്ലാ മാസവും അല്ലെങ്കിൽ എന്താ പറയാ ക്വാർട്ടർലി ആയിട്ട് അല്ലെങ്കിൽ ആനുവൽ ആയിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടുകളും റിട്ടേൺസുകളൊക്കെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ ഡേറ്റ്സുകൾ ഈ കലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എക്സാമിനേഷൻ ഡേറ്റ്സുകൾ. എപ്പോഴാണ് കുട്ടികൾക്ക് എക്സാം നടക്കുന്ന ഡേറ്റ്സ് എന്നാണ്, അത് ആനുവൽ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിക്കോട്ടെ, മന്ത്ലി എക്സാംസ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ഡേറ്റ്സുകൾ സൂചിപ്പിക്കാറുണ്ട് കലണ്ടേഴ്സിൽ കേട്ടോ. അടുത്തത് ഫാക്കൽറ്റി കമ്മിറ്റീസിന്റെ അവരുടെ മീറ്റിങ്ങുകളുടെ തീയതികള്, അതുപോലെ ടീച്ചേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ സ്കൂൾ ജാങ്കറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ടൂർ. അതായത് ഇപ്പോ സ്കൂളിന് പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റീസ് ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാകും. അതിപ്പോ പിന്നെ സ്കൂൾ ടൂർണമെന്റിന്റെ ടീം ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഓരോരോ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ടൂർ പോകുന്ന ഡേറ്റ് എന്നാണ്, അല്ലെങ്കിൽ ടൂർണമെന്റ് നടത്തുന്ന ഡേറ്റ് എന്നാണ്, അങ്ങനെ പ്രത്യേകം ഡേറ്റുകളും കലണ്ടറിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ലാസ്റ്റ് വൺ ആനുവൽ പ്രൈസ് ഡേ എന്നാണ്. അതായത് പല സ്കൂളുകൾക്കും ഇന്നാണ് ആനുവൽ മീറ്റിംഗ് നടത്തുന്നത്. അല്ലെ, അവർക്ക് പ്രത്യേകമായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും കൂടുതലായിട്ട് സ്കൂളുകളിൽ ആനുവൽ ഡേ ഒക്കെ നടത്തുക. അപ്പൊ ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ എന്നാണെന്ന് കറക്റ്റ് ആയിട്ട് ആ ഒരു വർഷത്തെ അക്കാദമിക് ഇയറിലെ കലണ്ടറിൽ എന്തായാലും സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ പാരന്റ്സ് ഡേ എന്നാണ്. പിന്നെ യുഎൻഒ ഡേ, അതായത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡേ എന്നാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ ബർത്ത്ഡേയ്സ്, ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും, സ്കൂൾ കലണ്ടറിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുണ്ടാവുക, സ്കൂൾ കലണ്ടറിൽ ഉണ്ടാവുക. അപ്പോ ഈ സ്കൂളിൽ, അതായത് ഒരു അക്കാദമിക് ഇയറിലുടനീളം സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങള് സ്കൂൾ കലണ്ടറിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് സ്കൂൾ കലണ്ടർ എന്ന് പറയുന്നത്. അത് ഈസിയാണ്, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. അടുത്തത് ലോഗ് ബുക്ക് ആണ്. ലോഗ് ബുക്ക് എന്താണ്? ലോഗ് ബുക്ക് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ലോഗ് ബുക്ക് ഒന്ന് റീഡ് ചെയ്തിട്ട് ഒരാളൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്താണ് നിങ്ങൾ പരിചയം, നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.
എന്താണ് ലോഗ് ബുക്ക്? ലോഗ് ബുക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്താണ് ഇവിടെ പറയുന്നേ? ആർക്കെങ്കിലും പിടി കിട്ടിയോ? വായിച്ചിട്ട് എന്താ മനസ്സിലായത്? ലോഗ് ബുക്ക് നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളുടെ ഈ വിസിറ്റേഴ്സ് അങ്ങനെയുള്ളവർ വരുന്നതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ കുട്ടികളുടെ അസൈൻമെന്റ്സ് അങ്ങനെയുള്ള രേഖകളെല്ലാം സൂക്ഷിക്കുന്നത്, നമ്മുടെ എല്ലാ ഒഫീഷ്യൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ രേഖകളും സൂക്ഷിക്കുന്നതും അങ്ങനെയുള്ള രേഖകൾ സൂക്ഷിക്കുന്നതിനെയാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അതെ അതെ, അതായത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ചിലപ്പോ എക്സാമിന് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അതായത് ഒഫീഷ്യൽ ആയിട്ട് വിസിറ്റ് നടത്തുന്ന അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ, ഒട്ടുമിക്ക സ്കൂളുകളിൽ ഇൻസ്പെക്ഷൻ വരാറുണ്ട് അല്ലെ? ഇൻസ്പെക്ഷൻ ആരാ വരുന്നേ? പുറത്തുനിന്നുള്ള ആളുകളല്ലേ വരുന്നത് ഇൻസ്പെക്ഷന് സ്കൂളുകളില്? നമ്മൾ എന്താണ് വിളിക്കുക? AU വരും അല്ലെ? ഓക്കെ. അപ്പൊ ഇൻസ്പെക്ഷന് വരുന്നവരുടെ അവരുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ എന്നല്ല, അവരുടെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ, അവര് വിസിറ്റ് നടത്തുമ്പോൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വിസിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്കും മറ്റുമൊക്കെ എഴുതുന്ന ബുക്കാണ് എന്ത് ലോഗ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് പുറത്തു നിന്നുള്ള ആളുകള് ഒഫീഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസ് വിസിറ്റ് നടത്തുന്നു, പ്രത്യേകിച്ചും ഇൻസ്പെക്ഷന് വരുന്ന ഉദ്യോഗസ്ഥര് അവര് വരുമ്പോൾ അവരുടെ ഫീഡ്ബാക്കും മറ്റുമൊക്കെ ആ വിവരണങ്ങളൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ലോഗ് ബുക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ചില കേസുകളിൽ, അതായത് ഇവിടെ അവരുടേതെന്ന് മാത്രം ഇവിടെ എടുത്തു പറയുന്നില്ല, പ്രധാനമായിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും എന്താണ് മറ്റ് ചില, അതായത് സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, ലോഗ് ബുക്കിൽ നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രധാന അധ്യാപകനാണ് അതിന് ചുമതലയുള്ളത്. ഓക്കെ, ഹെഡ് മാസ്റ്ററിനാണ് അതിന് ചുമതല, എൻട്രി നടത്താനായിട്ട് ചുമതലയുള്ളതെങ്കിൽ കൂടിയും മറ്റ് ടീച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതായത് സ്കൂളിന്റെ കരിക്കുലം, അതുപോലെ തന്നെ സ്കൂൾ എന്തൊക്കെ കോഴ്സുകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സിന് എന്താ പറയാ ഡ്യൂട്ടിയിലുള്ള വീഴ്ച, അവരുടെ അസുഖം, പിന്നെ സ്കൂളിന്റെ പ്രവർത്തന സമയത്തിലുള്ള മാറ്റങ്ങള്, ഭാവിയില് സ്കൂളിനെ ബാധിക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങള്, ഇതൊക്കെ ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ്, ഇതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ലോഗ് ബുക്ക് എന്ന് പറയുന്നത് ഒഫീഷ്യൽ പേഴ്സൺസ് വിസിറ്റ് നടത്തുകയും അതിന് ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക റെക്കോർഡാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇൻസ്പെക്ഷൻ ഫീഡ്ബാക്കുകൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ ഏത് റെക്കോർഡിലാണ്? ലോഗ് ബുക്ക് ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അത്രയും മതി. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. then അടുത്തത് അഡ്മിഷൻ രജിസ്റ്റർ ആണ്. അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതായത് വിദ്യാർത്ഥികളുടെ അതായത് സ്റ്റുഡൻസിന്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങള് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അഡ്മിഷൻ രജിസ്റ്ററിലാണ്. അഡ്മിഷൻ രജിസ്റ്ററിൽ അതായത് ആ കുട്ടി ഏത് ഡേറ്റിലാണ് അഡ്മിഷൻ എടുത്തത് ആ ഒരു ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ സീരിയൽ നമ്പർ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ ഉണ്ടാകും. ദെൻ കുട്ടിയുടെ വയസ്സ് ഉണ്ടാകും, കുട്ടിയുടെ പേര്,
കുട്ടിയുടെ അച്ഛന്റെ പേര്, കുട്ടിയുടെ കാസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ അച്ഛന്റെ ജോലിയും അഡ്രസ്സും, അതുപോലെ തന്നെ എന്താണ് അതായത് ലീവ് ഒക്കെ എടുത്തിട്ടുള്ള ദിവസങ്ങൾ എന്നാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ഡേറ്റ്, അതായത് ആ കുട്ടിയുടെ ബർത്ത് ഡേറ്റ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. അങ്ങനെ എല്ലാത്തരം വിവരങ്ങളും ഈ ഒരു അഡ്മിഷൻ രജിസ്റ്ററിലാണ് ഉണ്ടാവുക. ഓക്കെ, അഡ്മിഷൻ രജിസ്റ്ററിൽ ആ കുട്ടിയുടെ എല്ലാത്തരം വിവരങ്ങളും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, നമുക്ക് കിട്ടില്ലേ? അതായത് അഡ്മിഷൻ രജിസ്റ്റർ വെച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? അതായത് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മുടെ ബന്ധപ്പെട്ട അതോറിറ്റീസ്, ഗവൺമെന്റ് അതോറിറ്റീസിന്റെ മുമ്പില് നമ്മുടെ പേരും ഡീറ്റെയിൽസും നമ്മുടെ കാസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് അലോ ചെയ്ത് തരുന്നത്, അല്ലെ? നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കണം. നിങ്ങൾ പലർക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം, പല എക്സാമിനും അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത് വേണമെങ്കിൽ, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അത് പറയാമോ ആർക്കെങ്കിലും? പല എക്സാംസിനും ഉണ്ട് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് SSC പോലുള്ള എക്സാമിന്, റെയിൽവേ ഇപ്പൊ വിളിച്ചേക്കുന്ന റെയിൽവേ ഗ്രൂപ്പ് D പോലുള്ള എക്സാമിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നമ്മുടെ സാധാ PSC ആവശ്യമില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ അടുത്ത് അപ്ലൈ ചെയ്ത ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം, അതുപോലെ SSCയുടെ ഒരു എക്സാമൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വേണ്ടത്? നിങ്ങളൊന്ന് പറയും. ഇതുവരെ ആരും അപ്ലൈ ചെയ്തിട്ടില്ലേ? ആരും എടുത്തിട്ടില്ലേ ഒരു സർട്ടിഫിക്കറ്റ്? നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല? വേണ്ട, പോട്ടെ, അത് വേണ്ട. കുട്ടികൾക്ക് എന്താ പറയാ, സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ? കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടോ? വരുമാന സർട്ടിഫിക്കറ്റ് വേണം അതിന്. പിന്നെ നമ്മൾ ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് കേട്ടോ, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാറിന്റെ ജനന തീയതി, പിന്നെ വേണ്ടത് പാസ്ബുക്ക് വേണം. അങ്ങനെ വേണ്ട നമ്മുടെ പിന്നെ മാതാവിന്റെ പിതാവിന്റെ ആധാർ കാർഡിന്റെ കോപ്പി, അതെല്ലാം ലിങ്ക് ചെയ്യണല്ലോ ഇതുമായിട്ട്. അങ്ങനെയുള്ള ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമുക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പൊ ഞാനാണ് അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഭയങ്കര പാടായിരിക്കും കിട്ടാനായിട്ട്. കാരണം അവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുക, അല്ലെ? പക്ഷെ എല്ലാവരും തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഈ ഒരു സംഭവം കേട്ടോ. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്തപ്പോ എന്നോട് ചോദിച്ചത് അച്ഛന്റെ അമ്മയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഞാൻ കുറെ വീട്ടിൽ പോയി പരതിയിട്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പോ ഈ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഉള്ള കാര്യങ്ങള് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് രേഖപ്പെടുത്തുന്നത്? ഈ ഒരു അഡ്മിഷൻ രജിസ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഇഷ്യൂ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും അത് വാലിഡ് ആണ്. ഒരു കോടതി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് ഏതെങ്കിലും ഒരു സ്ഥാപനം നമ്മളോട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അഡ്മിഷൻ രജിസ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് തരിക. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? മാം, ഞാന് CBSE പഠിച്ചത്. അപ്പോ എന്റെ അന്ന് CBSE നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് അച്ഛന്റെ അമ്മയുടെയും പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ കാസ്റ്റ് ഒന്നും പറയുന്നില്ല CBSE. ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ആവശ്യം വന്നപ്പോ ഈ പറഞ്ഞ പോലെ അച്ഛന്റെ അമ്മയുടെ ആരെങ്കിലും സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലാണ് അതുപോലെ തന്നെ ഞാൻ അവരുടെ മകളാണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്റെ CBSEയുടെ ഇതില് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നു അമ്മയുടെ പേര്. പിന്നെ റേഷൻ കാർഡും ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. അതായത് നമുക്കൊക്കെ ആണെങ്കിൽ SSLC പണ്ടത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവണമെന്നില്ല. അവര് ചിലപ്പോ 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ 6ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ വരെയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് വാലിഡ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. SSLC ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചൊക്കെ വെക്കുക. അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനകരമാവും, അല്ലെങ്കിൽ ആവശ്യം വരും.
എനിക്കിപ്പോ വന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാ തപ്പി പിടിക്കാനായിട്ട്, എന്നാലും ഇത് ലാസ്റ്റ് കിട്ടി. അപ്പൊ ആ ഒരു ഇത് വന്നു. അപ്പൊ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ പറയാം, അഡ്മിഷൻ രജിസ്റ്ററിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്കത് ഇഷ്യൂ ചെയ്ത് തരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇതിനകത്ത് പറയുന്നുണ്ട് പ്രത്യേകം അഡ്മിഷൻ രജിസ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. സീരിയൽ നമ്പർ ആൻഡ് നെയിം ഓഫ് ദ സ്റ്റുഡന്റ്, ഫാദേഴ്സ് നെയിം, കാസ്റ്റ്, occupation and address, date of birth, date of admission to the school, the class to which he is admitted, date of withdrawal or migration from the school. Okay, ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്തതാണ് സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ. എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഉണ്ടാവുക? നമ്മള് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റും മറ്റൊക്കെ തന്നു അറ്റൻഡൻസ് രജിസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിട്ട്, അല്ലെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയില്ലേ? 23 സ്റ്റുഡൻസിന് ഓർമ്മയില്ലേ? മുബീന, അവർക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക അതിനകത്ത് സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ? ഒന്ന് പറഞ്ഞേ മുബീന. മോർണിംഗ് പ്രസന്റ് അതല്ലേ ചോദിക്കുന്നത്? മോർണിംഗ് ഫുൾ ഡേ പ്രസന്റ്, ഫുൾ ഡേ ലീവ്, ആബ്സെന്റ്, മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ്, മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്, പിന്നെ ഫുൾ ഡേ ലീവ്. അപ്പോ രജിസ്റ്ററിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നോക്കാം. ഇതിനകത്ത് സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്നതിൽ ഇവിടെ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഓരോ ക്ലാസ്സിലും, അതായത് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്ലാസ്സിലും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാകും. പ്രധാനമായിട്ടും ആ ഒരു രജിസ്റ്ററിൽ ക്ലാസിന്റെ പേര്, അതായത് ഏത് സ്റ്റാൻഡേർഡ് ആണ്, ഏത് ഡിവിഷൻ ആണെന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾ അറ്റൻഡൻസ് എത്ര പേര് ഓരോ ദിവസവും, അതായത് വരുന്നുണ്ട്, എത്ര പേരാണ് പ്രസന്റ് ആയിട്ടുള്ളത്, എത്ര പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടാകും. ഇനി വരാത്ത കുട്ടികളുടെ വിവരങ്ങൾ പ്രത്യേകം, അതായത് ആബ്സെന്റ് ആണെങ്കിൽ അത് റെഡ് മാർക്ക് ആയിട്ട് അവിടെ പ്രത്യേകം ആ കോളത്തില് സൂചിപ്പിച്ചിട്ടുണ്ടാവും. റെഡ് മാർക്ക് കൊടുത്തിട്ടായിരിക്കും ആബ്സെന്റ് ഉള്ള കുട്ടികളുടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ഒരു നിശ്ചിത എന്താ പറയാ ദിവസത്തിൽ കൂടുതൽ ലീവ് എടുത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ സർട്ടിഫിക്കറ്റും മറ്റും ഹാജരാക്കേണ്ടി വരും. ഇപ്പൊ ബോർഡ് എക്സാം പോലെയുള്ള, അതായത് ബോർഡ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്കറിയാം ഒരു നിശ്ചിത പ്രസൻസ് അല്ലെങ്കിൽ ഹാജർ വേണം, അല്ലെങ്കിൽ മാത്രമാണ് കുട്ടികളെ കൊണ്ട് ബോർഡ് എക്സാം എഴുതിപ്പിക്കുക. അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ ലീവ് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ചിലപ്പോ എന്തെങ്കിലും ഒരു അസുഖം മൂലമൊക്കെയാണ് കുട്ടികൾക്ക് വരാൻ പറ്റാത്തതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനൊക്കെ പറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഈ രാവിലെയും ഉച്ചയ്ക്കൊക്കെ എന്താണ് കുട്ടികളുടെ ഇതെടുക്കാറുണ്ട്, ഹാജർ എടുക്കാറുണ്ട്. അതിനുള്ള സംവിധാനങ്ങളുള്ള സ്കൂളുകളും ഉണ്ട്. അപ്പൊ എന്നിരുന്നാലും കുട്ടികളുടെ എല്ലാത്തരം ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ ഡേ ടു ഡേ ആയിട്ടുള്ള അവരുടെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സൂക്ഷിക്കാറുണ്ട്? അറ്റൻഡൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യാറുണ്ട് സ്കൂളുകളിൽ കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതാണ് ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ. എന്താണ് ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാല്? സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ തന്നെ ടീച്ചേഴ്സിനും എന്തുണ്ട്? അറ്റൻഡൻസ് രജിസ്റ്റർ സ്കൂളുകളിൽ സൂക്ഷിക്കുന്നുണ്ട്, അല്ലെ? ഓരോ ദിവസവും അധ്യാപകര് വരുന്നത്, ടീച്ചേഴ്സ് വരുന്നതും പോകുന്നതും ഒക്കെ ടൈം സഹിതം രേഖപ്പെടുത്തി രജിസ്റ്ററിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വന്നിട്ട് എന്ത് ചെയ്യണം? അധ്യാപകർ സൈൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ അവർക്ക് ടിക്ക് ചെയ്ത് പോകേണ്ടതാണ് വന്നെന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അധ്യാപകര് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എടുക്കുന്ന ലീവ്, എത്ര ലീവ് എടുത്തു, അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് ഹെഡ് മാസ്റ്ററിന്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ കൺട്രോളിലാണ്. ആ ഒരു രജിസ്റ്ററിൽ ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിച്ചു വെക്കുന്നത് ഹെഡ് മാസ്റ്ററിന്റെ കൺട്രോളിലായിരിക്കണം. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട, നിങ്ങൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ലീവ് എടുക്കുന്നു, എപ്പോഴാണ് നിങ്ങൾ ഓരോ ദിവസവും വന്ന് പോകുന്നത്, വന്ന ടൈം എപ്പോഴാണ്, പോകുന്ന ടൈം എപ്പോഴാണ്, അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കും?
ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് ലിസ്റ്റുകളായിരിക്കും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വൈകി വരുന്നവരൊക്കെ ആണെങ്കിൽ എന്താണ് പ്രത്യേകം ആ വൈകി വന്ന സമയം എന്തുകൊണ്ടാണ് വൈകി വന്നതെന്ന് പ്രത്യേകം ഹെഡ് മാസ്റ്റർ നമ്മൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ഇപ്പൊ ലേറ്റ് ഒരു 11 മണിക്ക് രാവിലെ 9:30 ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു 11 മണിക്കാണെങ്കിൽ ആ സമയം കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെക്കുകയും അത് അധ്യാപകന്റെ ശ്രദ്ധയിൽ എന്തുകൊണ്ടാണ് നമ്മൾ വൈകി എന്ന കാര്യം പ്രധാന അധ്യാപകന്റെ ശ്രദ്ധയിലും നമ്മൾ പെടുത്തേണ്ടതാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും അവധികളൊക്കെ എടുക്കണമെങ്കിൽ മുൻകൂറായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം. ലീവ് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. എഴുതിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. എഴുതിപ്പിച്ചിട്ടുണ്ടോ? അസൈൻമെന്റ് ആയിട്ട് എഴുതിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ലീവ് ആപ്ലിക്കേഷൻ? പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ലീവ് ആപ്ലിക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മുൻകൂട്ടി നമ്മൾക്ക് അവധി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരും മെൻഷൻ ചെയ്തിരിക്കുന്നത് അറ്റൻഡൻസ് രജിസ്റ്ററിലാണ് കേട്ടോ. ഇതിനടുത്തത് ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിന്റെ മണി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണെന്ത്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു സ്കൂളിലേക്ക് ഇൻകം വരുന്ന പല സോഴ്സസും ഉണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്യാഷ് ബുക്കിലാണ്. എക്സാമ്പിൾ ഇപ്പോ ഫീസ് ആയിട്ടുള്ള ഇൻകം, അതായത് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന ഫീസ്, അതുപോലെ ഫൈനുകള്, പിന്നെ പാരന്റ്സ് കൊടുക്കുന്ന ഡൊണേഷൻസ്, പിന്നെ കുട്ടികൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻസ്, പിന്നെ അതുപോലെ സ്കോളർഷിപ്പുകള്, ഗ്രാന്റുകള്, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ടാവുക ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സാലറി, അവരുടെ സ്റ്റൈപ്പൻഡ്, സ്കോളർഷിപ്പ്, അങ്ങനെയുള്ള പലവിധ ഫണ്ടുകളും രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുന്നത് ക്യാഷ് ബുക്കിലാണ്. അപ്പോ മണി ട്രാൻസാക്ഷൻ, ഡേ ടു ഡേ ആയിട്ടുള്ള മണി ട്രാൻസാക്ഷൻ, അതിനകത്ത് വരുന്ന കാര്യങ്ങള് ഫീസ്, ഫൈൻ, ഡൊണേഷൻ, സ്റ്റൈപ്പൻസ്, സ്കോളർഷിപ്പ്, ഗ്രാന്റ് എന്നീ കാര്യങ്ങളൊക്കെ ക്യാഷ് ബുക്കിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത്, ഞാൻ പറഞ്ഞ ഗ്രാന്റ് വരെ ഒന്ന് കോമിട്ട് വെക്കുന്ന അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, ഗ്രാന്റ് വരെ. അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. ഓക്കെ. നമുക്ക് ഇതിൽ നിന്ന് അധികം പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എത്രത്തോളം. കാരണം ഇത് അഡ്മിനിസ്ട്രേഷൻ ബേസിട്ടുള്ള അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും ഇതിൽ തന്നെയായിരിക്കാം ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്തു പോവാ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇതിനടുത്തത് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്സ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു സ്റ്റുഡൻസ്, അതായത് ഒരു പ്രത്യേകമായിട്ട് ഒരു സ്റ്റുഡന്റിനെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ സ്കൂളിന്റെ ആക്ടിവിറ്റീസ്, അതായത് ആ കുട്ടി എത്രത്തോളം ആക്റ്റീവ് ആണ്, എത്രത്തോളം ആക്ടിവിറ്റീസ് ചെയ്തു, ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്താണ്, ആ കുട്ടി ഓവറോൾ ആ കുട്ടി എത്രമാത്രം എന്താ പറയാ പഠിക്കുന്ന, അക്കാദമിക് ആയിട്ട് എത്രമാത്രം സ്കിൽഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എത്രമാത്രം കുട്ടി ടാലന്റഡ് ആണ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും ഓരോ കുട്ടിയെയും ബേസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1963, അതായത് പലതരത്തിലുള്ള കമ്മീഷൻസ് ഉണ്ട് നമുക്ക്. മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, LM കമ്മീഷൻ, ഇതൊക്കെ എന്താണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷനുകളാണ്. ഓക്കെ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എന്താ പറയാ പല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും രൂപപ്പെട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 1953, 52, 56 ഈ കാലഘട്ടങ്ങളിലൊക്കെ പലതരത്തിലുള്ള കമ്മീഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ കാണുന്ന കമ്മീഷൻസിന്റെ ബേസിലാണ് നമ്മുടെ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ 10th വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം, ഡിഗ്രി തലം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റംസ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്
ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിനെ എടുത്തു കഴിഞ്ഞാലും അവർക്കിടയിൽ അവർക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകം ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കണം എന്നും കൂടി പറയും. ഓക്കെ, ദ നേച്ചർ ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്. ഇനി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം നമുക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡിന്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനായിട്ട് ഈ ഒരു റെക്കോർഡ് കാർഡ് യൂസ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു, ഓരോ കുട്ടിയെയും എടുത്തിട്ട് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ കുട്ടികളുടെയും ആവശ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും കുട്ടികളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും കൗൺസിലർ അല്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെക്കോർഡുകൾ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഇതുപോലെ തന്നെയാണ്, ധാരാളം സ്കില്ലുകൾ, അതായത് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള സ്കില്ലുകൾ, അവരുടെ എബിലിറ്റീസ് ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും കൂടി ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതായത് സ്കൂളിൽ നമുക്കറിയാം ഓരോരോ സിറ്റുവേഷൻ ആണല്ലോ, ഓരോരോ സ്കൂളിലായാലും അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലായാലും ഓരോരോ സാഹചര്യങ്ങളുണ്ട്. അപ്പോ ആ സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനോട് എങ്ങനെയാണ് കുട്ടി അഡാപ്റ്റഡ് ആവുന്നത്, അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടും കൂടി ഈ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ്, കുട്ടികളിലെ പെരുമാറ്റ അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു ഓവറോൾ കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡാണ് ഈ ക്യുമുലേറ്റീവ് കാർഡ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന ബിഹേവിയറിലായിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ച് അറിയാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെക്കോർഡ് സഹായിക്കും. സിക്സ്ത് പോയിന്റ്, സ്കൂളിന്റെ നേട്ടങ്ങളെ കുറിച്ച് അറിയുന്നതിന്. ഓരോ കുട്ടിയുടെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഓരോ കുട്ടിയുടെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുമ്പോൾ സ്കൂളിന്റെയും കൂടി നേട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ സ്കൂളിന്റെ നേട്ടങ്ങളെ കുറിച്ച് അറിയാനും കൂടി ഈ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കും. ഓക്കെ, സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികള് അതുപോലെ തന്നെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കോർഡ് സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ബന്ധം, അവരുടെ ഡിസ്കഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 8th പോയിന്റ് പറയുന്നത് വിദ്യാർത്ഥികള് ഓരോ എന്താ പറയാ, അവര് ഓരോരോ ക്ലാസ് കഴിയുമ്പോൾ എന്താ പറയുക ഉയർന്നാണ് പോകുന്നത് അല്ലെ, അതായത് ഉയർന്ന ഗ്രേഡിലേക്കാണ് പോകുന്നത്. അപ്പോ അവരുടെ ആ ഓരോ സ്റ്റെപ്പുകൾ അവരുടെ കഴിയും തോറും അവരിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു റെക്കോർഡ് സഹായിക്കുന്നു കേട്ടോ. 8th പോയിന്റ് ഇതാണ് കേട്ടോ. ഓരോ തലങ്ങളിൽ വെച്ചിട്ട് അവർക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് രേഖപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഹൈ ഗ്രേഡിലേക്ക് പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെക്കോർഡ് ഹെൽപ്ഫുൾ ആകുന്നു. ഓക്കെ, 9th പോയിന്റ്, ഒക്യുപ്പേഷണൽ സ്കിൽസ് വളർത്തുന്നതിന് ഇത് സഹായകമാണ്. ഒക്യുപ്പേഷണൽ സ്കിൽസ് അല്ലെ, അതായത് നമുക്കറിയാം, അതായത് ഓരോ കുട്ടികളും ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഇപ്പോ നമ്മൾ കുറെ അധികം കാര്യങ്ങളൊക്കെ ഇപ്പോ എന്തോ പറയാ പിങ്ക് ടവർ നമുക്ക് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് ഉള്ളതാണ്. അതൊക്കെ പിങ്ക് ടവർ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ എന്താ പറയാ ആ ഒരു കൺസ്ട്രക്ഷൻ എന്താ പറയാ ആ ഒരു സ്കില്ല് അവിടെ ഉണരുകയാണ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ എഞ്ചിനീയറിംഗ് സ്റ്റൈല്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ചില ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഒക്യുപേഷണൽ സ്കില്ലാണ് എന്ത് ചെയ്യുക അവരില് ഉണരുന്നത്. ചില കുട്ടികൾ ഗാർഡനിങ് ചെയ്യുന്നുണ്ട് അല്ലെ, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ചെയ്യാനായിട്ട്.
അപ്പോൾ അഗ്രികൾച്ചറുമായിട്ട് അതിന് ബന്ധം വരുന്നുണ്ട്. ഓക്കെ, ചില കുട്ടികൾ എന്താ പറയാ ഓരോരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ എന്താണോ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു സ്ട്രക്ചർ കുട്ടികൾ രൂപപ്പെടുത്താറുണ്ട്. അപ്പൊ അവർക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളുടെ ഒക്യുപേഷണൽ സ്കില്ല് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമിറ്റേറ്റീവ് കാർഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 10th പോയിന്റ് പറയുന്നത് പ്രശ്നക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതായത് സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ നമുക്ക് അറിയാൻ പറ്റും ചില കുട്ടികൾ എപ്പോഴും പ്രശ്നക്കാരായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11th പോയിന്റ് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെയാണ്, സ്കൂളിന്റെ നേട്ടങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഒരു കാർഡ് ഈ ഒരു റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ TC വാങ്ങി പോകുമ്പോഴോ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നാക്കുവാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു റെക്കോർഡ് നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ അത് അവിടെ നമുക്ക് യൂസ്ഫുൾ ആകുന്നതാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം വെച്ചാൽ മതി കേട്ടോ. അതിന്റെ പ്രധാനം എന്താണെന്നൊന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, then അടുത്തത് ഇതും കൂടി നമുക്ക് പറയാം. സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ്. എന്തായിരിക്കും സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ്? വളരെ ഈസിയാണ്, ആ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കാം? നമ്മുടെ സ്കൂളില് ഫേർണിച്ചേഴ്സ് അതേപോലെ ബാക്കിയുള്ള ബുക്സ് അങ്ങനത്തെ എല്ലാത്തിന്റെയും ഒരു സ്റ്റോക്ക് എത്ര വന്നു, എത്ര ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, അതിന്റെ ഉള്ള ബുക്കാണ്. അതെ, അതായത് നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, ഫർണിച്ചറും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് പ്രധാനപ്പെട്ട ഫർണിച്ചറുകൾ എന്തൊക്കെയാണ്, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോക്ക് രജിസ്റ്ററിൽ നിന്നാണ് കിട്ടുക കേട്ടോ. ഒരു സ്കൂളിന്റെ എല്ലാത്തരം എന്താ പറയാ എക്യുപ്മെന്റ്സുകൾ, അതായത് അതിനകത്ത് ഫർണിച്ചർ വരാം, വിവിധ മെറ്റീരിയലുകൾ വരാം, ഇതൊക്കെ എന്തിനാണ് വരുന്നത്? സ്റ്റോക്ക് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുക. അപ്പോ അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് നെയിം ഓഫ് ദ ആർട്ടിക്കിൾ, അതായത് ഏതാണ്, ഏത് ഫർണിച്ചർ ആണ് അല്ലെങ്കിൽ ഏത് സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു മേശയുണ്ട് അല്ലെങ്കിൽ ഡെസ്ക് ഉണ്ട്, അതിന്റെ വിവരങ്ങൾ, അതാണ് ഏതൊരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെയിം ഓഫ് ദ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു, ഇപ്പോ മേശയാണെങ്കിൽ മേശ, കസേരയാണെങ്കിൽ കസേര, അതിനെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവായിട്ട് പറയുന്നതിന് അവിടെ. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ദ ആർട്ടിക്കിൾ. എത്ര എണ്ണം ഉണ്ട്, ഇപ്പൊ മേശയാണെങ്കിൽ എത്ര മേശയാണുള്ളത്, അതിന്റെ കോസ്റ്റ് വരുന്നത് എത്രയാണ്, ഓക്കെ, എത്ര രൂപക്കാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഡേറ്റ് ഓഫ് പർച്ചേസ്, എന്നാണ് ആ ഒരു ഫർണിച്ചേഴ്സ്, ഇപ്പൊ മേശ, കസേര അങ്ങനെയുള്ള സാധനങ്ങൾ എന്നാണ് വാങ്ങിച്ചത് എന്നുള്ളതിന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. നെയിം ഓഫ് ദ ഫെയിം വിച്ച് സപ്ലൈഡ് ദ ആർട്ടിക്കിൾസ്, ഏത് കമ്പനിയിൽ നിന്നാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്, അല്ലെ. നമ്മൾ ചിലപ്പോ ഒരുമിച്ചായിരിക്കും നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് നിന്നൊക്കെ ആയിരിക്കും നമ്മളത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഫെയിമിന്റെ പേര് എന്താണെന്ന് പ്രത്യേകമായിട്ട് അവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ദ അതോറിറ്റി ഓർഡറിംഗ് പർച്ചേസസ്, അതുപോലെ അതോറിറ്റി, ഏത് അതോറിറ്റി ആണത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സ്കൂൾ അതോറിറ്റിയുടെ പേര് അവിടെ മെൻഷൻ ചെയ്ത് എഴുതാം. നമ്മുടെ സ്കൂളിന്റെ പേര് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് എഴുതാം. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ അതോറിറ്റി, അതോറിറ്റിയുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ സീൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇടാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അധികം ടഫ് ഒന്നും അല്ല, പെട്ടെന്ന് പിടികിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. നമുക്ക് എടുത്തത് റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കുറച്ചുണ്ടെന്നാലും കുറച്ചധികം ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് സെമിനാർ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. വളരെ ഇപ്പൊ നേരത്തെ നമ്മള് ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ പറഞ്ഞല്ലോ, അതുപോലെ ടഫ് ഒന്നും അല്ല കേട്ടോ. വളരെ ഈസിയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് മാത്രം ക്ലാസ് എടുത്താൽ മതി. മുബീനെ എടുക്കോ? ക്ലാസ് എടുക്കാൻ വില്ലിങ്ങാണോ? മാർക്ക് കിട്ടോ സെമിനാറിന്, അത് മറന്നു പോകരുത്.
ചാടിക്കേറി പറയാ. ടോപ്പിക് ഏതാണ്? ടോപ്പിക് ഞാൻ തരാം. റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ്. അത് കുറച്ചേ ഉള്ളൂ, ഞാൻ തരാം കേട്ടോ. റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ്, സർവീസ് ബുക്ക്, ടീച്ചേഴ്സ് ഡയറി. മുബീന ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ് 9ാമത്തെ. പിന്നെ അതുപോലെ തന്നെ സർവീസ് ബുക്ക് 10ാമത്തെ. ഓക്കെ. പിന്നെ 11ാമത്തെ ടീച്ചേഴ്സ് ഡയറി. അത് 3 ചെയ്യാം മുബീന. ഓക്കെ മാം. പിന്നെ അടുത്തത് വിഡ്രോവൽ രജിസ്റ്റർ. ആരാ ചെയ്യാം? അതുപോലെ തന്നെ 3 ടോപ്പിക് ഞാൻ തരാം. 3 ടോപ്പിക് അല്ല, 2 ടോപ്പിക് തരാം. ആരാ ചെയ്യാം? വിഡ്രോവൽ രജിസ്റ്റർ. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ്സ് ഇൻ കമ്പ്യൂട്ടർ. ഇപ്പൊ തന്നെ ചടപടയെന്ന് പറയാ, ചിലപ്പോ നിങ്ങൾക്ക് ഇനി അടുത്തത് ഉണ്ടാവുക. സിയ ചെയ്യോ? അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഉണ്ടാവണം കേട്ടോ. അപ്പൊ വിഡ്രോവൽ രജിസ്റ്റർ ചെയ്യാം. ഡാറ്റ എൻട്രി ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ്സ് ഇൻ കമ്പ്യൂട്ടർ 12ഉം 13ഉം ടോപ്പിക്കുകൾ ചെയ്യാം. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ്. ആരാ ചെയ്യാം? പിന്നെ മെയിൻ്റെനൻസ്. വിനീത, ഏതാണ് ടോപ്പിക് എന്ന് അറിയാമോ? സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്. ചെയ്യാമോ? ചെയ്യാമോ? ഓക്കെ അല്ലേ? ഇപ്പൊ 3 പേരും എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. ഓക്കെ. ഓക്കെ ആണോ? ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാ. മിസ് അടുത്ത ക്ലാസ് നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ലേ? അല്ല, നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ? ചിലപ്പോ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി കൂടുതലാക്കാൻ സാധ്യതയുണ്ട്. അത് പറയൂ കേട്ടോ. കൺഫർമേഷൻ വരും. ആയിട്ടില്ല അങ്ങനെ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെക്കണം, ഒരു ദിവസം കൂടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ. അത് ഏതാണ് ദിവസം എന്നാണ് പറയാം. അല്ലെങ്കിൽ നമ്മുടെ തീരില്ല, ഇങ്ങനെ ഒരു ദിവസം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ പറഞ്ഞിട്ടുണ്ട്. മിസ് രാവിലെ വന്നതാണോ? ഇതുവരെ തിരിച്ചു പോയിട്ടില്ല? എന്താ? മിസ് രാവിലെ വന്നതാണോന്ന്? തിരിച്ചു പോയിട്ടില്ല ഇതുവരെ? രാവിലെ വന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് ക്ലാസ് ഉണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇനി പോണം വീട്ടിലോട്ട്. പോയിട്ടില്ല. രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽസിന്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 10:30 to 11:30. അപ്പൊ അതിന്റെ ധൃതി ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സാരിയൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. സാരി ഒന്നും എടുക്കാനൊന്നും നേരമൊന്നും കിട്ടിയില്ല. ആ ചുരിദാറൊക്കെ ഉണ്ട് തന്നെയാ പോകുന്നത്. നാളെ സാരി എടുത്ത് കാണാം കേട്ടോ, നാളെ വരുന്നവരോട്. ഓക്കെ മാം, നാളെ ഞങ്ങൾ വരുന്നുണ്ട്. നാളെ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഞാനുണ്ട്, സുജാതയുണ്ട്, സിയ ഉണ്ട്, വിഷ്ണുപ്രിയ. ഓക്കെ, വരുന്നുണ്ട് അല്ലേ? മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. മിസ്, എന്റെ അസൈൻമെന്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, പറ്റുന്നില്ല. റീട്രൈ കാണിക്കുക. അപ്പൊ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തു 2-3 ദിവസമായി. പക്ഷെ അത് ഇതുവരെ സീൻ ആക്കിയിട്ടില്ല. ഏത് വാട്സപ്പ് നമ്പറിലാണ്? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കുട്ടിയോട് കേട്ടോ. നമുക്ക് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. അതില് മിസ് അത് കുറച്ച് ഗ്യാപ്പ് എടുത്താലേ അവര് നോക്കി തരാന്നാണ് പറയാറ്. ഞാൻ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തിട്ട് 2 ആഴ്ച എടുത്തു അവര് നോക്കി സബ്മിറ്റ് ചെയ്ത് തരാൻ. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് സൂചിപ്പിച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Good night. Thank you, ma'am. Good night. Thank you, ma'am.